നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീക്കെൻഡായിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. മസ്കറ്റിലൂടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വീക്കെൻഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരാഴ്ച കഷ്ടപ്പെട്ട് പണിയെടുത്തതല്ലേ, അപ്പോൾ ഒരു റിലാക്സ് എന്ന് പറയുന്നത് ആകെ ഈ വീക്കെൻഡാണ്. അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ഒന്ന് കറങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു സിഗ്നലിൽ വന്ന് കിടക്കുകയാണ്. കുറേ നേരമായി വന്നിട്ട് പച്ചയായി ഗ്രീൻ സിഗ്നലായിട്ടുണ്ട്. നമുക്ക് പോയേക്കാം മുന്നോട്ട്. മസ്കറ്റിൽ ഒരുപാട് സിഗ്നലുകളുണ്ട് ഇവിടെ, അതുകൊണ്ട് ഒരുപാട് സമയം അങ്ങനെ പോകാറുണ്ട് സിഗ്നലുകളിൽ വന്ന് കിടന്ന്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ ഈ സിഗ്നലിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈ സിഗ്നൽ കാരണം ഇവിടെ അങ്ങനെ അപകടങ്ങളൊക്കെ കുറവാണ്. സിഗ്നലാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ റെഡ് സിഗ്നലൊന്നും മുറിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലും കഴിയില്ല. പക്ഷേ ആളുകൾ ലാഘവത്തോടാണ് നമ്മുടെ നാട്ടിൽ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ നടക്കില്ല. റെഡ് സിഗ്നൽ നമ്മൾ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 50 റിയാൽ ഫൈനാണ് ഇവിടെ. ഒന്നിൽ കൂടുതൽ തവണ കട്ട് ചെയ്താൽ ജയിലിലും പിടിച്ചിടും. അതാണ് ഇവിടുത്തെ നിയമം. 50 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ 10,000 രൂപയായി, മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീക്കെൻഡായിട്ട് നമ്മൾ ഇങ്ങനെ കാറും എടുത്തിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജ്യൂസ് വേൾഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ലൊരു ജ്യൂസ് ഷോപ്പുണ്ട്. ഇവിടെ ഒരുപാട് ജ്യൂസ് ഷോപ്പുണ്ട്. അതിൽ ജ്യൂസ് വേൾഡ് വളരെ മനോഹരമായിട്ടുള്ളൊരു ജ്യൂസ് ഷോപ്പാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് മസ്കറ്റിൻ്റെ വീഥികൾ, അതിമനോഹരമായ വീഥികൾ. കണ്ടില്ലേ, എത്ര നീറ്റാണ്, വളരെ മനോഹരമാണ്. നമ്മുടെ NH-66 വരുമ്പോൾ ഇത്രയും മനോഹരമായിരിക്കുമോ? ഇപ്പോൾ കേരളത്തിൽ വരുന്ന ദേശീയപാത ആകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 3 ലെയിൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഡിവൈഡേഴ്സിനൊന്നും അത്ര വീതി ഉണ്ടാവില്ല ഇവിടുത്തെ പോലെ. പോട്ടെ, അത് സാരമില്ല. നമുക്ക് നല്ല റോഡ് വരുന്നുണ്ടല്ലോ, അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വരേണ്ടതാണ്, ഇപ്പോഴെങ്കിലും വരുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷം. പക്ഷേ 2 സൈഡും ഇതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പൗരന്മാർ ബാധ്യസ്ഥരാണ്. വൃത്തികേടാക്കാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൂറിസം മേഖലയ്ക്കൊക്കെ ഒരുപാട് വളർച്ച ആ റോഡ് വരുന്നതോടുകൂടി വരും. വിദേശ ടൂറിസ്റ്റുകൾ ഒരുപാട് വരണം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഇക്കോണമി വളരുകയുള്ളൂ. മസ്കറ്റ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ആകെ തിരക്കുള്ളത് ഉച്ചയ്ക്ക് 2 മണിക്കും പിന്നെ വൈകുന്നേരം ഒരു 4 മണി 5 മണി ഓഫീസ് വിടുന്ന സമയത്തൊക്കെയാണ്. അല്ലാത്തപ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ ഇതിങ്ങനെ കൊണ്ടിരിക്കും, സ്മൂത്തായിട്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ വലിയ കെട്ടിടങ്ങളുമില്ല ഇവിടെ. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ദുബായിലെ പോലെ ഇല്ല ഇവിടെ. അതിനെന്തോ ഒരു സയൻറ്റിഫിക് റീസണുണ്ട്. ഒരുപാട് മലകളുടെ നടുക്ക് നിൽക്കുന്ന ഒരു സിറ്റിയാണിത്. അപ്പോൾ എന്തോ സയൻറ്റിഫിക് റീസൺ കാരണമാണ് ഒരുപാട് ഉയരമുള്ള കെട്ടിടങ്ങൾ ഇവിടെ പണിയാത്തത് എന്നിങ്ങനെ ആരോ പറയുന്നത് കേട്ടു. അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല. എന്തായാലും ഇവിടെ ഒരുപാട് വലിയ കെട്ടിടങ്ങളില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മളിവിടെ ഒരു എക്സിറ്റ്, ഒരു സിഗ്നലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സിഗ്നലാണ്, ആ മുന്നിൽ കാണുന്ന സിഗ്നലാണ് ബോഷർ സിഗ്നൽ. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഇവിടുത്തെ ലുലു, ബോഷർ ലുലു. ഒമാനിലെ ഏറ്റവും വലിയ ലുലു ആണ്. ഉണ്ടോ, ഇതാണ് ബോഷർ സിഗ്നൽ. ഈ കാണുന്ന ഓവർ ബ്രിഡ്ജ് ആ ലുലുവിലോട്ടുള്ള ബ്രിഡ്ജാണ്. ഇത് പണിയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, 2 വർഷത്തിന് മുകളിലായി. അതൊരു അത്ഭുതമാണ്. സാധാരണഗതിയിൽ ഗൾഫിലൊക്കെ പെട്ടെന്ന് കൺസ്ട്രക്ഷൻ തീരുന്നതാണ്. ഇവിടെ എന്തോ ടെക്നിക്കൽ റീസൺ കൊണ്ട് ഇതിങ്ങനെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരാദ്യമായിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്, അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ സ്ലോയിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ സിഗ്നൽ കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ ലുലുവിൽ
അകത്ത് നമ്മളൊന്ന് കയറേണ്ടത് തന്നെയാണ്. വിശാലമായ ഒരു സ്ഥലമാണത്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ലുലു മാത്രമല്ല, ഒരുപാട് വേറെയും ഷോപ്പുകളുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ജ്യൂസ് വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ജ്യൂസ് വേൾഡ്. മനോഹരമായ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഫാമിലിയൊക്കെ ഒത്തിരി പേര് വരുന്ന ഒരു സ്ഥലമാണിത്. ജ്യൂസ് വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ 1987 സൗദിയിൽ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നൊരു ജ്യൂസ് ഷോപ്പാണിത്. കണ്ടില്ലേ, ഒരു വോക്സ്വാഗൺ ബീറ്റിലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അത് നല്ലൊരു കാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണത്. ഒരു റെഡും യെല്ലോയും തീമാണ്. അതുകൊണ്ട് നല്ല മനോഹരമായ അതാണ്. കുറേ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അത് ഒറിജിനൽ ഫ്രൂട്ട് തന്നെയാണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല. റിച്ചിക്കുട്ടനെ വോക്സ്വാഗൺ ബീറ്റിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ കയറി ഇരിക്കുകയാണ് പുള്ളി. വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. വോക്സ്വാഗൺ ബീറ്റിൽ വളരെ ലെഗസിയുള്ളൊരു വാഹനമാണ്. ഐക്കോണിക് ആയിട്ടുള്ളൊരു കാറാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു മാസ് പ്രൊഡക്ഷനിലൂടെ വിറ്റഴിക്കപ്പെട്ട ഒരു കാറാണത്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. അവക്കാഡോ ജ്യൂസ് എത്തിയിട്ടുണ്ട്. റിച്ചിക്കുട്ടനെ ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു, ഷവർമ്മ മതിയെന്ന് പറഞ്ഞു. ഓക്കെ, അവൻ ഷവർമ്മയുടെ ഒരു ഫാനാണ് അദ്ദേഹം. വല്ലപ്പോഴൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ ഇവിടെ നമുക്കിതൊക്കെ ധൈര്യമായിട്ട് മേടിച്ച് കൊടുക്കാം. നാട്ടിലെ പോലെ മരിച്ചൊന്നും പോവില്ല. ഷവർമ്മ കഴിച്ച് കുറേ മരിച്ച സംഭവങ്ങളുണ്ട് കേരളത്തിൽ. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അത് ഷവർമ്മയുടെ കുഴപ്പമല്ല, ഷവർമ്മ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണ്. ഷവർമ്മ നല്ലൊരു ആഹാരമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള. പക്ഷെ സ്ഥിരം കഴിക്കുന്നത് നല്ലതാണോ എന്നറിയില്ല. അങ്ങനെ ഷവർമ്മയൊക്കെ കൊടുക്കുകയാണ്. അദ്ദേഹം അതൊക്കെ കഴിച്ചു. അവക്കാഡോ ജ്യൂസ് മനോഹരമായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് ആണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. അതാണ് ഇവിടെ വരാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. എപ്പോഴും ജ്യൂസ് ഷോപ്പും റെസ്റ്റോറൻറ്റുകളൊക്കെ ആംബിയൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് അവരെ ആളുകളെ വീണ്ടും ഒരു സ്ഥാപനത്തിലേക്ക് വീണ്ടും എത്തിക്കുന്നതിൻ്റെ പ്രധാന ഘടകം. കണ്ടില്ലേ, ഈ കാറ് വളരെ ഇഷ്ടമാണ് റിച്ചിക്കുട്ടന്. ഈ കാറ് കാരണമാണ് അദ്ദേഹത്തിന് ഇവിടെ വരാൻ വളരെ ഇഷ്ടം. ഇതിൽ കയറി ഇരിക്കാനും സ്റ്റിയറിംഗ് തിരിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഈ കാറിനെ പറ്റിയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു ജർമ്മനിയിൽ ജനിച്ചൊരു കാറാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വോക്സ്വാഗനെ പറ്റി. അങ്ങനെ അദ്ദേഹം ആസ്വദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇത്തരം വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.